എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നാച്ചുറൽ ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലു ട്രാവലയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തേനി ടൗണിന് അടുത്തുള്ള വൈഗാ ഡാമിൻ്റെ മേളിലാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സുരുളി വാട്ടർഫാളൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്നും ഏകദേശം ഒരു 10-65 കിലോമീറ്റർ ഓടിയാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. ഏതാണ്ട് ഇവിടെ ക്ലോസ് ചെയ്യാറായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി പ്രവേശന ഫീസായ 10 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഓടി കയറുകയാണ് ചെയ്ത ഇതിൻ്റെ മേളിലോട്ടും. അപ്പം വരുന്ന വഴിയിലുള്ള കാഴ്ചകളൊന്നും പകർത്താൻ പറ്റിയില്ല. അപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അതുകൂടി നിങ്ങളെ കാണിച്ചു തരാം. കാഴ്ചകളോടൊപ്പം തന്നെ വൈഗാ ഡാമിനെ പറ്റി നമുക്കറിയാവുന്ന ചില വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. 1959 ജനുവരി 21 തമിഴ്നാട് മുഖ്യമന്ത്രി കെ കാമരാജാണ് വൈഗൈ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത്. തേനി ജില്ലയിലെ ആണ്ടിപ്പട്ടിക്ക് സമീപം വൈഗൈ നദിക്ക് കുറുകെ നിർമ്മിച്ചതാണിത്. മലകൾക്കിടയിൽ നിർമ്മിക്കാത്ത ചുരുക്കം ചില അണക്കെട്ടുകളിൽ ഒന്നാണ് വൈഗൈ അണക്കെട്ട്. പകരം അതിൻ്റെ ഘടനാപരമായ കോൺക്രീറ്റ് ശക്തിയെ മാത്രം ആശ്രയിച്ചാണ് നിൽക്കുന്നത്. പഞ്ചവത്സര പദ്ധതി പ്രകാരം ഒരു പ്രധാന ഇടത്തരം ജലസേചന പദ്ധതിയായി ആദ്യം നിർദ്ദേശിച്ചത് വൈഗൈ ഡാമാണ്. മധുരൈ, ദിണ്ടിഗൽ തുടങ്ങിയ ജില്ലകൾക്ക് കൃഷിഭൂമിക്ക് ജലസേചനം നൽകുന്നതിനും കുടിവെള്ളം നൽകുന്നതിനുമാണ് ഇത് നിർമ്മിച്ചത്. ഈ ഡാമിന് 111 അടി ഉയരമുണ്ട്. പരമാവധി ജലസംഭരണ ശേഷി 71 അടിയാണ്. തേനി, ദിണ്ടിഗൽ, മധുര, ശിവഗംഗൈ, വിരുദുനഗർ, രാമനാഥപുരം എന്നീ 6 ജില്ലകളിലെ കർഷകർക്കും താമസക്കാർക്കും ഇത് പ്രാഥമിക ജലസ്രോതസ്സായി പ്രവർത്തിക്കുന്നു. ഈ ഡാമിനോടൊപ്പം ചില ആധുനിക കൂട്ടിച്ചേർക്കലുകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് 6 മെഗാവാട്ട് ജലവൈദ്യുത നിലയം സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ മൈതാനത്ത് ലിറ്റിൽ വൃന്ദാവൻ എന്നറിയപ്പെടുന്ന ഒരു പ്രശസ്തമായ ടൂറിസ്റ്റ് പാർക്ക് കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാർഷിക ഗവേഷണ കേന്ദ്രവുമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വരുന്ന വഴിയിൽ മറ്റ് കാഴ്ചകളൊന്നും പകർത്താൻ കഴിഞ്ഞില്ല. നേരെ എൻ്റെ മേളിലേക്ക് ഓടി കയറുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറ്റുന്നതൊക്കെ പകർത്തി നിങ്ങളെ കാണിച്ചു തരാം. ഈ ഡാമിന് ഏകദേശം 4 കിലോമീറ്ററോളം ദൈർഘ്യമുണ്ട് കേട്ടോ. വൈഗാ ഡാം. അണ്ണ എങ്ക എന്ന് വരുത്? കല്ലറൈതാ. വൈഗാ ഡാം എങ്ങനെയുണ്ട്? വൈഗാ ഡാം അടിപൊളിയല്ലേ? വൈഗാ ഡാം എങ്ങനെയുണ്ട്? സെറ്റപ്പ് അടിപൊളിയല്ലേ? ഈ ഡാമിനുള്ളിലെ ചെറിയ ചെറിയ തുരുത്തുകളും അതിന്റെ തീരങ്ങളും ഒക്കെ ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഒരുപാട് പക്ഷികളും ഇതിന്റെ മീതെ പറന്ന് കിടക്കുന്നുണ്ട്. ഇവിടെ നിന്നുകൊണ്ടുള്ള താഴെ പാർക്കിലോട്ടുള്ള വ്യൂ കാണിച്ചു തരാം. ഇവിടെ എവിടെയോ ഒരു ഫൗണ്ടൻ ഉണ്ടെന്ന് കേട്ടു. ലൈറ്റും മ്യൂസിക്കും ഒക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ മ്യൂസിക്കിനനുസരിച്ച് ലൈറ്റിങ്ങിനനുസരിച്ച് ഇങ്ങനെ വെള്ളവും ഇങ്ങനെ പല ആകൃതിയിൽ പല രൂപത്തിലൊക്കെ വരും. അത് കാണാൻ നല്ല ഭംഗിയാണ്. അതിനെ അന്വേഷിച്ച് കണ്ടെത്തണം എവിടെയാണ്. എല്ലാവരും മുകളിൽ കയറി. വൈഗാ ഡാം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല വെള്ളമാണ്. ഓ കേറാം, പോവാം. അത് തൂക്കുവാലാണോ എന്തോ? எங்க இருந்து வருது? എങ്ങനെയുണ്ട് വൈഗാ ഡാം? സൂപ്പർ അല്ലേ? അടിപൊളി. കപ്പിയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥലത്തായിരിക്കും. 4 കിലോമീറ്റർ. ആ പക്ഷികൾ പറന്നു പോകുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോഴും നമ്മൾ തൽക്കാലത്തേക്ക് വൈഗാ ഡാമിൽ നിന്ന് ഇട വാങ്ങുകയാണ്. ഇനിയും പറ്റുമെങ്കിൽ വരണം വൈഗാ ഡാമിൽ അല്ലേ? അതിൽ കൊള്ളാം, അടിപൊളി. നമ്മളവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഡാം നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. വന്ന ടൈം കൊള്ളാം, ചൂടൊന്നുമില്ല, നല്ല കാറ്റൊക്കെ ഉണ്ട്.
ഈ കയറ്റമാണ് എല്ലാരും പിന്നിലോട്ട് വലിക്കുന്നത്. എന്തുമാത്രം പാറ ഇതിനകത്ത് വന്നിട്ടുണ്ടല്ലേ. ബ്രിട്ടീഷുകാർ കിട്ടിയല്ലേ ഇത്? 1959 കിട്ടിയതാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാം. ഇന്ന് ഹോളിഡേയും കൂടെ ആയതുകൊണ്ട് ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട്. സ്കൂൾ തുറക്കുന്നവർ അത്യാവശ്യം കാണുമായിരിക്കും അല്ലേ? ഇവിടെ വന്നുണ്ടല്ലൊരു വിഷ്വല് കാണിച്ചു തരാം. എന്താ ഏകദേശം ലൈറ്റൊക്കെ തെളിയിച്ചു തുടങ്ങി. സമയം 6:15 ആവാറായി. ഉള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അടിപൊളിയാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കുട്ടികൾക്ക്. കണ്ടോ, അത് സംഭവം കൊള്ളാം അല്ലേ? വെള്ളത്തിലാണ് ആ സംഭവം കിടക്കുന്നത്. ഞാൻ റോൾ ചെയ്തുകൊണ്ടിരിക്കും. കൊള്ളാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സംഭവം കൊള്ളാം. ചവിട്ടി ചവിട്ടി മുകളിലോട്ട് കയറും തോറും ഞാൻ റൗണ്ട് ചെയ്യും. കൊള്ളാല്ലേ? വലിയൊരു ചെമ്പകം നിൽക്കുന്നതാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉണ്ടായിരുന്നതാണ് ചെമ്പകം. ചെമ്പകം കണ്ടപ്പോഴത്തേക്ക് ഒരു നൊസ്റ്റാൾജിയ. ഇനിയും ആൾക്കാർ വരുന്നേ ഉള്ളൂ കേട്ടോ. പ്രാദേശിക ടൂറിസ്റ്റുകൾ ഒരുപാടുണ്ട്. ട്രെയിനൊക്കെ ഉണ്ട്. കുട്ടികളുടെ ചെറിയ ട്രെയിനുണ്ട്. കുട്ടികളല്ല, മുതിർന്നവരും ഉണ്ട് അതിനകത്ത്. ഈ പാർക്ക് മൊത്തം ചുറ്റിക്കറങ്ങി തിരികെ ഇവിടെ കൊണ്ടാക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കയറാം. ഇനി ഇങ്ങോട്ടൊന്ന് നടന്നു നോക്കാം. നമ്മൾ പാലത്തിന്റെ മുകളിൽ നിന്ന് കണ്ടപ്പോഴത്തേക്ക് തൂക്കുപാലം പോലെ തോന്നിയ സ്ഥലമാണ്. പോയി അപ്പുറത്തോട്ട് എന്തോന്നാണെന്ന് അറിയാൻ വയ്യ. അവിടെ എന്തോ കാണുമായിരിക്കും അല്ലേ? നടന്നിട്ട് വരാം. ഒരു പടുകൂറ്റൻ ഡൈനോസറിന്റെ സ്റ്റാച്യു ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശത്ത് വരണമുണ്ട്. അപ്പോഴേ നമുക്ക് ഇതുവഴി കുറച്ച് മുന്നോട്ട് നടക്കാം. ഈ പാലം വഴി ഇപ്പം ഡാം തുറന്നു വിട്ടെന്ന് തോന്നുന്നു. കുറച്ചധികം ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട്. ഡാമിൽ നിന്ന് പോകുന്ന വെള്ളം കണ്ടോ? ഓ, ഡാം തുറന്നപ്പോഴത്തേക്ക് ഇതിന്റെ ഈ ഷെൽട്ടറിൽ അടിച്ചിട്ട് ബോധം കെട്ട് വരുന്ന മീനിനെ പിടിക്കാനായിട്ട് കൊണ്ട് അവിടെ ആളുണ്ട്. നിൽക്കുന്നുണ്ടോ? ആളിക്കുന്നുണ്ടോ? അപ്പോഴീ പാലത്തിന്റെ അപ്പുറം വശം വരെ ഒന്ന് നടന്നിട്ട് വരാം. അവിടുന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുവഴി എൻട്രി ഉണ്ടാവും. വീശിയോ? വീശി എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. പുള്ളി വലിച്ചു കയറ്റുന്നുണ്ട്. ഒന്നുമില്ലേ? പുള്ളിക്ക് നിരാശയായിരുന്നു. പുള്ളിക്ക് നിരാശ മാത്രം, ഒരു മീനും കിട്ടിയില്ല. ഭയങ്കര പ്രാണി. ലൈറ്റ് ഇട്ടപ്പോഴത്തേക്ക് ഇവിടെ നടക്കാൻ പറ്റാത്ത രീതിയിൽ പ്രാണികൾ. ഒരു കഫയൊക്കെ ഉണ്ട്.
ഞങ്ങളങ്ങനെ അവിടെ കണ്ട കഫേയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് തിരിച്ച് വണ്ടിയിലേക്ക് വന്നു. അപ്പോഴേക്കും കുറേ പേരൊക്കെ നമ്മുടെ വണ്ടിയിൽ കയറിയിരുന്ന് പാട്ടും കളിയും ചിരിയും ഡാൻസും ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. കാരണം കുറേ പേരൊക്കെ തിരിച്ചു വരേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. പിറ്റേന്ന് കുറേ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും സമയം കളയാതെ പിന്നെ അവിടെ നിന്ന് തിരിച്ചു. വണ്ടിയിൽ അടിച്ചു പൊളിച്ച് പാട്ടും കളിയും ഡാൻസും ചിരിയൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി ഉടൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് Sol y arena, oh so bright, baila conmigo toda la night. El ritmo suena, can you feel? Move your body, it's so real.